അതാണ് നിസ്കാരത്തിലെ ഫാത്തിഹ സൂറത്തിൽ നാം എല്ലാ ദിവസവും നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നീ ശരിയായ പാതയിലേക്ക് വഴി കാണിച്ചു തരേണമേ, ശരിയായ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തി തരേണമേ എന്ന പ്രാർത്ഥനയാണ് ഒരു ദിവസം 5 സമയങ്ങളിലായി 17 തവണ നാം പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യാപാര മേഖലകളിലും കാർഷിക രംഗങ്ങളിലും ബിസിനസ്സിൻ്റെ തുറകളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തു പോവുക എന്നത് സംഭവിക്കാതെ ഞങ്ങളെ വിജയത്തിലേക്ക്, നാളെ പരലോകത്ത് രക്ഷയിലേക്ക് നയിക്കുന്ന സുതാര്യമായ വഴി ഞങ്ങൾക്ക് നീ തോന്നിപ്പിച്ചു തരണമേ. അതാണ് ഫാത്തിഹയിലൂടെ 5 നേരം പ്രാർത്ഥിക്കുന്നത്. സുതാര്യതയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥന ആവശ്യമായി വരാനുള്ള കാരണം, വലിയ വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും സ്വാധീനമുള്ളവരും വഴി തെറ്റുന്നതായി നാം കാണുന്നുണ്ട്. അവരുടെ കുടുംബത്തിൽ എന്നും കലഹങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നതും കാണുന്നതും വൃത്തികേടുകളാണ്, പരാജയങ്ങളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയിലേക്കാണ് അവരുടെ ജീവിതം എത്തിപ്പെടുന്നത്. അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ കയ്യിൽ സ്വാധീനമുണ്ട്, അവർക്കിഷ്ടമുള്ളതെല്ലാം അവരുടെ ചുറ്റും ലഭിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനമില്ല. സമാധാനമില്ലാതെയാവാനുള്ള കാരണം അവർ സ്വന്തം താല്പര്യപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരെക്കാൾ കഴിവും യോഗ്യതയും ബുദ്ധിശക്തിയും തൻ്റെ ഇടവും സാമർഥ്യവും സത്യസന്ധതയുമുള്ള ആളുകൾ ധാരാളം ഉണ്ടായിട്ട് അവരുടെ വാക്കുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ല. ഇങ്ങനെ വാശിയുടെയും ദുർവാശിയുടെയും പേരിൽ വഴിതെറ്റുന്നവരുടെ എണ്ണം രാജ്യത്ത് കൂടി വരുമ്പോൾ അച്ചടക്കമുള്ളവരായി ഇവിടെ നിലനിൽക്കുന്ന ഒരേ ഒരു വിഭാഗം നല്ല ആളുകളുടെ ഉപദേശം കേട്ട് ജീവിക്കുന്നവർ മാത്രമാണ്. ആ നല്ല ആളുകളുടെ ഉപദേശം കേൾക്കുന്ന ആളുകൾ വഴിതെറ്റിപ്പോവുകയില്ല. കാരണം നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വഞ്ചിക്കാത്തവർ, കളവ് പറയാത്തവർ, പണത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്ന ശൈലി സ്വീകരിക്കാത്തവർ, അവരാണ് നല്ല ആളുകൾ. അവരുടെ ഓരോ നടത്തവും അവരുടെ ഇരുത്തവും അവരുടെ കുടുംബജീവിതവും എല്ലാം മാതൃകാപരമാണ്. അങ്ങനെ മാതൃകാപരമായ ജീവിതം നയിച്ച വലിയ വ്യക്തികളുടെ മാർഗങ്ങൾ പിന്തുടരാനാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കേണ്ടത്. ഈ ആഗ്രഹത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയുള്ള ആരാധനയാണ് നിസ്കാരം. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ പാപങ്ങൾ ചെയ്യാൻ അവന് തോന്നുകയില്ല. കാരണം അവൻ പ്രാർത്ഥിക്കുന്നത് നല്ല വ്യക്തികളുടെ വഴിയിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തി തരണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വഴി തെറ്റാൻ കഴിയില്ല. അവൻ്റെ മുൻപിൽ എപ്പോഴും ജീവനോടെ നിലകൊള്ളുന്നത് സത്യസന്ധതയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അവൻ്റെ മുൻപിൽ തെളിഞ്ഞു കാണുന്നത്. അവരുടെ വീട് ഉണ്ടാക്കുമ്പോൾ, അവൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിന് താല്പര്യമെടുക്കുമ്പോൾ ആ സമയത്തൊക്കെ അവൻ മാതൃകയാക്കുന്നത് നല്ല ഇന്ന മനുഷ്യൻ ഈ വിഷയത്തിൽ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് അതാണ് ഞാൻ സ്വീകരിക്കുക. നല്ല വ്യക്തികളുടെ വഴിയാണ് എനിക്ക് ആവശ്യം. വിശുദ്ധ ഖുർആൻ 6000-ലധികം വാക്യങ്ങൾ ഉള്ള വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഖുർആനിൽ നാം മറിച്ച് നോക്കുന്ന ഏത് പേജിലും ഉള്ളത് നിങ്ങൾ നല്ലവരോടൊപ്പം നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം, സത്യം പാലിക്കുന്നവരോടൊപ്പം, വഞ്ചിക്കാത്ത നല്ല ആളുകളോടൊപ്പം നിങ്ങൾ ചേരുക. അവരോട് ചേർന്നാൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയില്ല. അങ്ങനെ ജീവിച്ച 2 വിഭാഗമാണ് ലോകത്തുള്ളത്. 1 മഹാന്മാരായ അമ്പിയാക്കൾ, 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഞാൻ ആ ഭാഗം ഇവിടെ വിശദമായി സംസാരിക്കുന്നില്ല. നമ്മുടെ നാടുകളിൽ നമുക്ക് നന്മകൾ ഉപദേശിച്ചു തരികയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം പോയി പറഞ്ഞാൽ അത് പരിഹരിച്ചു തരികയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്ന ഗുരുനാഥന്മാർ, അവർ നമ്മുടെ ഗൈഡുകളാണ്, അവർ നമ്മുടെ മാർഗദർശികളാണ്. ആ മാർഗദർശികൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വസ്ശുഹദാ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് 4 ആളുകളെയാണ്. ആ 4 വിഭാഗത്തെ കൂട്ടുകാരായി നാം അംഗീകരിച്ചാൽ
ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. അവരുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് എപ്പോഴും വെളിച്ചമായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ആ 4 വിഭാഗത്തെ നാം മാതൃകയാക്കിയാൽ മതി. അതിൽ ഒന്നാമത്തെ വിഭാഗം നബിമാരാണ്. ആ നബിമാരുടെ കഥകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആൾ ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ പ്രവാചകൻ കൂടിയായിരുന്നു. പ്രവാചകന്മാർ മാതൃകാ പുരുഷന്മാരാണ്. അവർ തെറ്റുകൾ ചെയ്യുകയില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് തോന്നുന്ന ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവരുടെ നിലപാട് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ നിലപാടാണ്. അവരൊരിക്കലും തന്നെ ന്യായീകരിക്കുന്നവരല്ല, മറിച്ച് അവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നായിരിക്കും. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന ആ വാക്ക് അവരുടെ ജീവിതത്തിൽ ധാരാളമായി അവർ ഉപയോഗിക്കും. അത് നല്ലവരുടെ ഒരു അടയാളമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടായി. ആ പ്രശ്നം വല്ലാതെ മൂത്തപ്പോൾ ഭർത്താവ് പറഞ്ഞു ഭാര്യയോട്, പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ വന്നു പോയെങ്കിൽ ദയവായി നീ എനിക്ക് അത് പുറത്തു തരണം, പ്ലീസ്, എക്സ്ക്യൂസ് മീ. ആ ഒരു വാക്ക് ആ ഭർത്താവ് പറയലോടുകൂടി ആ ഭാര്യയുടെ മനസ്സിലെ എല്ലാ കറയും തീരുകയും ആ ഭാര്യ ആലോചിക്കും, എൻ്റെ ഭർത്താവ് എന്നേക്കാൾ യോഗ്യതയും കഴിവും ശക്തിയും എല്ലാം ഉണ്ടായിട്ടും എനിക്ക് മാപ്പു തരണമേ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ഈ ഭർത്താവിനോട് തർക്കിക്കാനില്ല. പ്രശ്നം അവിടെ പരിഹാരമായി. ഇനി ഭാര്യ ഭർത്താവിനോട് ഇങ്ങോട്ടും ഇതേ വാക്ക് ഭർത്താവിനോട് പറയാ, പിന്നെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞു പോയോ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് ആ ഭാര്യ ഭർത്താവിനോട് പറയലോടുകൂടി ഏറ്റവും വാശിയോടുകൂടി നിൽക്കുന്ന ആ ഭർത്താവിൻ്റെ മനസ്സ് അങ്ങേയറ്റം സ്നേഹമുള്ളതായി മാറുകയും ആ കലഹം അവിടെ അവസാനിക്കുകയും ചെയ്യും. ഒരു ഗുരുവും ശിഷ്യനും തമ്മിൽ ഇതേ ബന്ധം, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഇതേ ബന്ധം, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും ഇടയിലുള്ള ബന്ധം എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന ബന്ധമാക്കി മാറ്റണം എന്നത് ആദ്യത്തെ പ്രവാചകന്റെ ഒരു ദർശനമാണ്. വിശുദ്ധ ഖുർആനിൽ ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നു. وقالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഒരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അങ്ങനെയാണ് ദുആ. നമ്മൾ ദിക്ർ ഹൽഖക്ക് പോയിട്ട് അള്ളാഹുവിനോട് ദുആർക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ പള്ളിയിൽ ദിക്ർ ഹൽഖയുണ്ട്, വലിയ പള്ളിയിൽ ദിക്റുണ്ട്, നമ്മുടെ എല്ലാ മസ്ജിദുകളിലും ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാകും. ആ മജ്ലിസിനെ ആദ്യത്തെ പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് ചെയ്യണമേ. ഇതാരാണ് പ്രാർത്ഥിക്കുന്നത്? ആ സദസ്സിൽ ഒരു മദ്യപാനി വന്നിട്ടുണ്ട്. അയാൾ നന്നാകാൻ ആഗ്രഹിച്ചു വന്നതാണ്. ഇനി ഒരിക്കലും മദ്യപിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടി പള്ളിയിൽ വന്നതാണ്. അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഇനി മദ്യപിക്കുകയില്ല, ഞാൻ ലഹരി വസ്തു ഉപയോഗിക്കുകയില്ല, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, അള്ളാഹുവേ മാപ്പ് തരണമേ. വേറെ ഒരാൾ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ ചീത്തയായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു. അദ്ദേഹവും ദിക്റിന്റെ മജ്ലിസിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് മാപ്പ് തരണമേ. അതേ സദസ്സിൽ തന്നെ ആ സദസ്സിൽ ഒരു പാപവും ചെയ്യാത്ത ഒരാളുണ്ട്. 5 നേരം കൃത്യമായി നിസ്കരിക്കുകയും റമദാനിൽ 30 നോമ്പ് നോൽക്കുകയും എല്ലാ മര്യാദകളും പാലിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനുണ്ട് ആ ദിക്ർ ഹൽഖയിൽ. അയാളും പറയുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അസീം, എനിക്ക് നീ പുറത്തു തരണമേ. അങ്ങനെ പറയണമെങ്കിൽ അയാളെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അയാൾ ഇങ്ങനെ പറയാം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വേദനിച്ച് വേർക്ക് നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിരുന്നോ? പുറത്തു തരണേന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടല്ലേ പുറത്തു തരണേന്ന് പറയല്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ എന്നേക്കാൾ എത്രയോ വിശുദ്ധിയുള്ള ഒരു വലിയ നേതാവിന്റെ പ്രാർത്ഥന ഞാൻ പിന്തുടരുകയാണ്. അതാരാണ് ആ വലിയ പ്രവാചകൻ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഓരോ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എനിക്ക് പുറത്തു തരണമെന്ന് പറയാറുണ്ടായിരുന്നു. പാപം ചെയ്തിട്ടല്ല, പാപം ചെയ്യാതെ തന്നെ അള്ളാഹുവിനോട് ഈ വാക്ക് ഒരാൾ പറഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അച്ചടക്കം രൂപപ്പെടുന്നു. ആ ഒരു പദം ഒരാൾ പറഞ്ഞാൽ, അതെയോ ഞാൻ അല്പം വൈകിയോ വരാൻ, നിങ്ങളൊന്നും വിചാരിക്കരുതേ, ഇല്ലല്ല നിങ്ങൾ വരാൻ വൈകിട്ടില്ല, സംഘാടകരാകുന്ന ഞങ്ങൾ നിങ്ങളോട് ഉണർത്താൻ ഒന്ന് മറന്നുപോയി, ഞങ്ങൾക്കത് മാപ്പ് ചെയ്യണമേ. ഞാൻ വരാൻ അല്പം വൈകിപ്പോയി, നിങ്ങൾ എനിക്ക് മാപ്പ് തരണമേ. രണ്ട് സൈഡും ഈ വാക്ക് ഇങ്ങനെ പറയാണ്. അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും തന്നെ അച്ചടക്ക ലംഘനം ഉണ്ടാവുകയില്ല, സ്നേഹം ഇങ്ങനെ വർദ്ധിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു നല്ല മനുഷ്യന് ശത്രുക്കൾ ഉണ്ടാവുകയില്ല.
ശത്രുക്കളിൽ ഇദ്ഫഅ ബില്ലതിഹി അഹ്സൻ വഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ആദം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യന്റെ ദർശനം നടത്തിയ മാർഗദർശിയുടെ ഒരു പ്രത്യേകമായ സന്ദേശം, വലിയ സന്ദേശമാണ് അത്. ആ സന്ദേശം അതാണ്, ശത്രു ഇല്ല, എല്ലാ ശത്രുക്കളും അവന് മിത്രങ്ങളായി മാറുന്നു. ഇങ്ങോട്ട് ചീത്തയായ വാക്ക് പറഞ്ഞാലും അങ്ങോട്ട് ചീത്തയായ വാക്ക് പറയുന്നില്ല. ഇങ്ങോട്ട് എത്ര ചീത്ത വിളിച്ചാലും ശരി, അത് പുഞ്ചിരിയോടുകൂടി നേരിടുകയും. നിങ്ങൾ എന്തോ പറഞ്ഞിരുന്നപ്പോ എനിക്ക് ചെവി അങ്ങനെ കൂടുതൽ കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് ശരിക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെന്തോ പറഞ്ഞിരുന്നോ? അയാൾ പിന്നെ അതേ വാക്ക് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാണ്, നിങ്ങളെന്തോ പറഞ്ഞത്? 2-3 തവണ പറഞ്ഞ വാക്ക് മനസ്സിലായി. ഈ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ പിന്നെ അയാളുടെ സ്വഭാവമാകെ മാറ്റാൻ നിർബന്ധിതനാവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മര്യാദയോടുകൂടി പ്രവർത്തിക്കുന്ന നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്ന, എല്ലാവർക്കും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നു, യഹ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീ നീതി പാലിക്കൂ. നീതി അല്ലാത്ത ഒന്ന് ആ നബിയിൽ നിന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഒരാൾ വന്ന് പറയുന്നു, നിങ്ങൾ നീതി പാലിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുണ്ടായിരുന്ന പുതപ്പ് ആ മനുഷ്യൻ ശക്തമായി വലിച്ചപ്പോൾ ആ കഴുത്തിൽ പാടുകൾ, അടയാളങ്ങൾ പതിഞ്ഞു. ആ സമയത്ത് നബിയുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഈ തർക്കിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത്, നിങ്ങളൊന്നും ചെയ്യരുത്, ആ മനുഷ്യനെ നിങ്ങൾ ദ്രോഹിക്കരുത്, അവന് മാപ്പ് നൽകണം. കാരണം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ഒരു വിശേഷണമാണ് അള്ളാഹു തവ്വാബാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. സോറി എന്ന് പറഞ്ഞാൽ പിന്നെ പകരം പറയരുത്. എക്സ്ക്യൂസ് മീ എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ വേദനിപ്പിക്കരുത്. എനിക്ക് മാപ്പ് തരണേ എന്നൊരാൾ നമ്മോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ നോവിക്കരുത്. ആ വാക്കിന് അത്ര ശക്തിയുണ്ട്. ആ ശക്തിയുള്ള വാക്ക് ഉപയോഗിച്ച് അള്ളാഹുവിനോട് 200 കൊല്ലം പ്രാർത്ഥിച്ച ഏറ്റവും വലിയ പ്രവാചകനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാർഗദർശിയായി ലോകത്ത് വന്നപ്പോൾ അവരുടെ ആ നല്ല സ്വഭാവം കണ്ട ആളുകൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മാർഗം സ്വീകരിച്ചു. പിന്നീട് നിരവധി പ്രവാചകന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വന്നു. ആ പ്രവാചകന്മാർ മധ്യ പൗരസ്ത്യ ദേശത്താണ് കൂടുതൽ വന്നത്. ഒരാൾ ചോദിച്ചു, അമേരിക്കയിൽ എന്താണ് ഒരു നബി വന്നതായിട്ട് കാണാത്തത്? ബാക്കിയില്ല, ഞാൻ പറയുമ്പോൾ അറ്റ്ലസ് നോക്കിയാൽ അമേരിക്ക എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാം, മാപ്പിൽ നോക്കിയാൽ കാണാം. അവിടെ ഒരു നബി വന്നതായിട്ട് കാണുന്നില്ലല്ലോ. ശരിയാണ്, അവിടെ നബി വന്നതായിട്ട് കാണാതിരിക്കാൻ കാരണം അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് എന്ന് കുട്ടികൾക്കറിയാം. ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ അതിന് മറുപടി ഉണ്ട്. അത് കണ്ടുപിടിച്ചത് കൊളംബസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അതിനു മുമ്പ് ആ നാടിനെ പറ്റി ആർക്കും അറിയില്ല. ഒരു പ്രവാചകൻ അവിടെ വരണമെങ്കിൽ അങ്ങനെ ഒരു നാട് അറിയണ്ടേ. എന്നാൽ ലോകത്ത് പ്രവാചകന്മാർ വന്ന നാടുകൾ മുഴുവനും ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ആ പറഞ്ഞ നാട്ടിൽ ഒരു നബിയും വന്നിട്ടില്ല. കാരണം അവിടെ മനുഷ്യവാസം ഉണ്ടായത് തന്നെ വളരെ വൈകിയാണ്. അപ്പൊ ആദ്യകാലത്ത് മനുഷ്യൻ താമസം ആരംഭിച്ച ഏതെല്ലാം നാടുകളുണ്ടോ അവിടൊക്കെ നബിമാര് വന്നിട്ടുണ്ട്. എല്ലാ നാടുകളിലും നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാർ വന്ന ആ നാടുകളിൽ നല്ല ഉപദേശങ്ങളും നല്ല സ്വഭാവങ്ങളും അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കൂടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയ ആളുകൾ നന്മയുടെ മാതൃകകളായി രൂപപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ്. 23 കൊല്ലത്തെ പ്രവാചകനായിക്കൊണ്ടുള്ള ജീവിതവും അതിനു മുൻപ് 40 കൊല്ലം പ്രവാചകത്തിന് മുമ്പുള്ള ജീവിതവും, ടോട്ടൽ 63 കൊല്ലം. ഈ 2 ജീവിതവും മനുഷ്യന് മാതൃകയാക്കാൻ പറ്റിയതാണ്. നമ്മൾ അത് പ്രത്യേക കുട്ടികൾ മനസ്സിലാക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 കൊല്ലത്തെ ജീവിതത്തിൽ പ്രവാചകത്വത്തിന്റെ മുൻപുള്ള 40ഉം പ്രവാചകത്വത്തിന് ശേഷമുള്ള 23ഉം അത് ഫുൾ മാതൃകക്ക് പറ്റിയതാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കാവുന്ന ഒരു ചെറിയ ചലനം പോലും ആ ജീവിതത്തിൽ കാണുകയില്ല. ആ കാലഘട്ടത്തിൽ എല്ലാ തോന്നിയാസങ്ങളും അരങ്ങേറിയ ഒരു കാലമാണ് 6-ാം നൂറ്റാണ്ട്. പ്രവാചകന്മാരുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ സൂറത്തു യാസീനിൽ പറയുന്നു, പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ തണലോ വെളിച്ചമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ കാലം മുതൽക്ക് 40 വയസ്സ് വരെയുള്ള ജീവിതം അത് ആ നാട്ടുകാരായ ആളുകൾക്ക് നന്നായി അറിയാം. ഒരു മനുഷ്യനെ പറ്റി അന്വേഷിക്കാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? അയാൾ ജോലി സ്ഥലത്താണോ അയാളുടെ നാട്ടിലാണോ?
ജോലി സ്ഥലത്ത് അയാൾ വ്യക്തമായ രൂപം കിട്ടൂല. അയാൾ ജനിച്ചു ജീവിച്ച നാട് എവിടെ, അവിടെ പോയി ചോദിക്കണം ആ വ്യക്തിയുടെ ശരിക്കുള്ള ചിത്രം കിട്ടണമെങ്കിൽ. വാടകയ്ക്ക് റൂം എടുത്ത് കൂടുന്ന ആളെ പറ്റി ആ വാടക വീട്ടുകാരന്റെ പരിസരത്തുള്ള അയൽവാസികളോട് ചോദിച്ചാൽ ഒന്നും അറിയാൻ കഴിയില്ല. കാരണം അയാൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നതാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. അയാൾ ആധാർ കാർഡ് പോലും അയാൾ താമസിക്കുന്ന നാട്ടിലായിരിക്കില്ല. അതേ സമയത്ത് അയാൾ ജനിക്കുകയും സ്കൂളിൽ പഠിക്കുകയും ജീവിക്കുകയും കച്ചവടം നടത്തുകയും കുറെ കൊല്ലം ഇടപാടുകൾ നടത്തുകയും ചെയ്ത ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചാൽ അയാൾ മുഴുവൻ ഹിസ്റ്ററിയും കിട്ടും. അവിടെ പോയി ചോദിച്ചു, ഒരാൾ ചോദിച്ചു മുഹമ്മദ് നബിയുടെ സ്ഥിതി എന്താണ്? അപ്പോൾ കിട്ടിയ മറുപടി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആളാണ്. കാരണം നബിയും അബൂബക്കർ സിദ്ദീഖും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. തുറന്ന പുസ്തകം പോലെയുള്ള ആ ജീവിതത്തിന്റെ ഓരോ ചരടവും അബൂബക്കറിന് അറിയാം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിൽ ആദ്യം കടന്നു വന്നത്. ആ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ഒരു ദിവസം വാതിലിൽ വന്ന് മുട്ടി ഒരാൾ. വാതിലിൽ മുട്ടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രന്റെ നിലാവുള്ള 14-ാം രാവാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരാണ്? ഒരു കറുത്ത ഒരു അടിമയാണ്. ആ അടിമയായി കഴുത്തിൽ ചങ്ങലയിൽ ബന്ധിതനായി മക്കയിൽ ഒരു ഗോത്രത്തിൽ കഴിയുന്ന ആ ബിലാൽ എന്ന് പറയുന്ന ഒരു കറുത്ത മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒറിജിൻ നാട് ആഫ്രിക്കയാണ്, കറുത്ത വൻകര. ആ നാട്ടിലുള്ള ആളുകൾ അധികവും കറുത്തവരാണ്, ആഫ്രിക്കയുടെ ഏതാണ്ട് അധിക ഭാഗങ്ങളിലും. ആ നാട്ടിൽ നിന്ന് അറേബ്യയിൽ വന്ന് താമസിക്കുന്ന ബിലാൽ, അദ്ദേഹം വാതിലിട്ട് മുട്ടിയതിന്റെ കാരണം എന്താണ് ചോദിച്ചു. അബൂബക്കർ ചോദിച്ചു, എന്താണ് ഇവിടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് ഒരു മുതലാളിയുടെ വീട്ടിൽ അടിമയായി ജീവിക്കുകയാണ്. ഞാൻ കേട്ടു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ പറ്റി കേട്ടു. ആ വ്യക്തിയെ പറ്റി, അദ്ദേഹത്തിന്റെ ID, അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ബയോഡാറ്റ, അത് അറിയാൻ വേണ്ടി വന്നതാണ്. അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ആ വ്യക്തിയോട് പിന്തുടരാൻ പറ്റുമോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ. അതിന് വന്നതാണ്. ഓ സുബ്ഹാനല്ലാഹ്, രാത്രി പകൽ വരാൻ ധൈര്യമില്ല. കാരണം സത്യത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദുർമാർഗികളുടെ ഭാഗത്തു നിന്ന് കല്ലേറ് കൂക്കുകൂടിയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. അത് സത്യം ആരാണോ പറയുന്നത്, ആ സത്യം പറയുന്ന ആളുകളുടെ നീക്കങ്ങളോട് അസത്യത്തിന്റെ ആളുകൾക്ക് സ്നേഹം ഉണ്ടാവില്ല. ചൂഷണം നടത്തുന്ന ആളുകൾക്ക് സത്യം പറയുന്ന ആളുകളോട് ഇഷ്ടം ഉണ്ടാവില്ല. ദുർമാർഗത്തിലൂടെ നീങ്ങുന്ന ചീത്തയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ആളുകളോട് ഒന്നാം റൗണ്ടിൽ സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് രാത്രിയിൽ വന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു കൊടുത്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യമാണ് ഞാൻ ആ വ്യക്തിയിൽ കാണുന്നത്, മുഹമ്മദ് നബിയിൽ കാണുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, കുടുംബ ബന്ധത്തിൽപ്പെട്ട ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ പറയുന്നുണ്ട്. അത് ബിലാൽ കേട്ടപ്പോൾ വല്ലാത്തൊരു സമാധാനമായി. പ്രാർത്ഥന, അതാണല്ലോ മനുഷ്യന്റെ വിജയം. മനുഷ്യൻ ദുർബലനാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ, കൊറോണ നമ്മളെ കണ്ണിന്റെ മുൻപിലൂടെ കടന്നുപോയി. ആ കൊറോണയുടെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ വല്ല പ്രതിവിധിയും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇപ്പോ അമേരിക്കയിൽ അഗ്നിയുടെ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ ഓരോ പ്രതിസന്ധി നമ്മൾ കാണുകയാണ്. ആ പ്രതിസന്ധി ഒന്നും പരിഹരിക്കാൻ മനുഷ്യന്റെ കയ്യിൽ മരുന്നില്ല. മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യൻ എത്ര കഴിവുണ്ടെങ്കിലും അവൻ ദുർബലനാണ്. ആ ദൗർബല്യത്തിന്റെ അടയാളമാണ് മനുഷ്യന്റെ ഉറക്കം, മനുഷ്യന്റെ മരണം, മനുഷ്യന്റെ രോഗം, മനുഷ്യന്റെ മറവി എന്ന അവസ്ഥ. ഇതൊക്കെ മനുഷ്യൻ ദുർബലനാണ് എന്നതിന്റെ അടയാളമാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബസ്സിന്റെ കമ്പി പിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നെറ്റി പോയി കമ്പിക്ക് ഇങ്ങനെ അടിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുക വല്ലാത്ത വേദന. വലിയ ഡിഗ്രിയും PG ഒക്കെ ഡോക്ടറേറ്റ് ലഭിച്ച ആളെ നെറ്റിയാണ് പോയിട്ട് ഇങ്ങനെ മുട്ടുന്നത്. എത്ര ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. അവൻ ആ സമയത്ത് തീരുമാനം എടുക്കും, ഇനി ഇതുപോലെ അബദ്ധം സംഭവിക്കരുതേ. അങ്ങനെ ഇരുത്തൊക്കെ റെഡിയാക്കി 2 കിലോമീറ്റർ പോയപ്പോൾ 2ാമത്തെ അടി, അതൊന്നുകൂടി ശക്തിയിലാണ്. മെല്ലെ തൊട്ട് നോക്കുക, രക്തം ഇങ്ങനെ പൊടിയുന്നുണ്ട്. ആരോ കണ്ടോ എന്നിങ്ങനെ വലത്തോട്ട് ഇടത്തോട്ട് നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ അടി കിട്ടിയ ആളുകളാണ്. മനുഷ്യൻ എത്രമാത്രം ദുർബലനാണ് എന്നതിന് ചെറിയൊരു ഉദാഹരണമാണ്. അതുപോലെ മറവി, എത്ര മറവി ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ രോഗങ്ങൾ, ഇന്നലെ വരെ ഒന്നുമില്ല, പെട്ടെന്ന് രോഗം കൊണ്ടുവരികയാണ്. ഇതിനെന്താണ് പരിഹാരമുള്ളത്? മരണം, മലകുൽ മൗത്ത് الذي وكل بكم ثم إلى ربكم ترجعون قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. മരണം, ആ മരണത്തെ പിടിച്ചു കെട്ടാൻ ഏത് സയൻസിനാണ് കഴിയുക? ഏത് സയന്റിസ്റ്റിനാണ് കഴിയുക? ഏത് ഇസത്തിനാണ് കഴിയുക? ഏത് രാജാവിനാണ് കഴിയുക? ആർക്കാണ് കഴിയുക? അപ്പൊ മനുഷ്യൻ ദുർബലനാണ്. ആ ദുർബലനായ മനുഷ്യനെ ശക്തിയുള്ളവനാക്കി മാറ്റാനുള്ള മന്ത്രമാണ് പ്രാർത്ഥന.
പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിനക്ക് ശക്തി ലഭിക്കും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ പിടിച്ചു കെട്ടുന്നത് വളരെ ശക്തിയുള്ളൊരു കുറ്റിയിലാണ്. ആ വലിയ ശക്തിയുള്ളൊരു കുറ്റിയിലേക്ക് കിട്ടിയാലല്ലേ നിനക്ക് സമാധാനമുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു ശക്തിയുള്ള ആളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ഒരു ചെറിയ കുട്ടി ഭയപ്പെടുമ്പോൾ അവൻ ഉമ്മയുടെയും ബാപ്പയുടെയും അടുത്ത് അഭയം പ്രാപിക്കുന്നു. കാരണം അപ്പോഴാണ് അവന് ശക്തി കിട്ടുന്നത്. ഇതുപോലെ മനുഷ്യന് ശക്തി ലഭിക്കാനുള്ള വഴി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഈ പ്രവാചകന്റെ പ്രധാനമായ നിർദ്ദേശം. മറ്റൊന്ന് സദഖയാണ്, ദാനധർമ്മങ്ങൾ നന്നായിട്ട് ഇങ്ങനെ കൊടുക്കണം. വീട്ടിൽ വരുന്നവർക്ക് നൽകണം, പാവങ്ങൾക്ക് നൽകണം, അനാഥ മക്കൾക്ക് നൽകണം, അഗതികൾക്ക് നൽകണം, പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും നൽകണം. അങ്ങനെ സദഖ ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് ആ നേതാവിന്റെ മറ്റൊരു ഉപദേശം. പിന്നെ ഒന്ന് സിലത്തുർ റഹ്മാൻ, മതമോ കുടുംബത്തിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നിന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് എങ്കിൽ നീ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കണം. ഇത്തരം ഉപദേശങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആ തിരുനബിയെ കാണാൻ ആഗ്രഹിക്കുകയും നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ മാർഗദർശനം നൽകുന്ന ഒരാൾ നമുക്ക് വേണം. അതിന്റെ ടോപ്പിലുള്ളത് നബിമാരാണ്. ആ നബിമാരെ നമുക്കിനി കാണാൻ കഴിയില്ല. കാരണം ലാ നബിയ ബഅദി, മുഹമ്മദ് നബിയുടെ ശേഷം വേറെ പ്രവാചകനില്ല. പിന്നെ ആരാണ് ഇതിന് പകരക്കാറുള്ളത്? വസുദ്ദീഖീൻ, രണ്ടാമത്തെ അവരാണ്. സുദ്ദീഖുകൾ എന്ന് പറഞ്ഞാൽ വിവരം ഉണ്ട്, ഇബാദത്ത് ഉണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവരെ പ്രാർത്ഥന സ്വീകരിക്കും. അതാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ കൂടെ നീ നിൽക്കണം. അവർക്ക് വിവരം ഉണ്ട്, അവർക്ക് ഇബാദത്ത് ഉണ്ട്, അവർ ദുആ ചെയ്താൽ ഉത്തരവും ഉണ്ട്. അതാണ് വലിയ. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരെ നീ മുറുകെ പിടിച്ചോ. ഔലിയാക്കൾ, അവർക്ക് ഭയം ഇല്ല. ഈ ഭൗതിക ജീവിതത്തെ പറ്റി ഒരു വിഷയത്തിലും ഭൗതിക ജീവിതത്തെ പറ്റി അവർക്കൊരു പരാതിയുമില്ല. കാരണം അവർക്കറിയാം ഇതെല്ലാം താൽക്കാലികമാണ്. കുട്ടിയുടെ മരണം ഒരിക്കലും അതിന്റെ പേരിൽ നീ മാനസികമായി തകരരുത്. ആ കുട്ടിയുടെ മരണം അത് അള്ളാഹു കണക്കാക്കിയ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അതിന്റെ പേരിൽ ടെൻഷനാവരുത്. ഇനി നീ ആലോചിക്കേണ്ടത്, നീ അള്ളാഹുവിലേക്ക് അടുക്കുക. ഞാൻ എന്തോ അബദ്ധം ചെയ്തതിന്റെ പേരിൽ എന്നെ അള്ളാഹു തആല ശിക്ഷിച്ചതാണോ ഈ കുട്ടിയുടെ മരണത്തിലൂടെ എന്ന് നീ ആലോചിക്കണം. ഞാൻ വേറെ ആരെങ്കിലും വേദനിപ്പിച്ചു പോയോ? അതിന്റെ ശിക്ഷയായിട്ടാണോ എന്റെ കുട്ടിയെ അള്ളാഹ് പിടിച്ചു കളഞ്ഞത്? എങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കട്ടെ. ഞാൻ അടുത്ത ദിക്റുകൾക്ക് എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ പോകും. വെള്ളിയാഴ്ച ജുമഅക്ക് എല്ലാവരും 12:30 വരിക. ഞാൻ 11:30 പോകും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കണം. അടുത്തിട്ട് ഞാൻ എന്ത് ചോദിക്കുന്നുവോ അതൊക്കെ അള്ളാഹ് എനിക്ക് സാധിപ്പിച്ചു തരുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള വഴി ആ റബ്ബിന്റെ വഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കലാണ്. അതാണ്. ഒരു ഭൗതികമായ ജീവിതത്തിൽ ഒരു പ്രയാസം കൊണ്ടും ഔലിയാക്കളുടെ മനസ്സിന് തളർച്ചയില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ്? മക്കത്ത് ശുഹദാ എന്ന് പറയുന്ന സ്ഥലത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്, മുത്തബിഉസ് സുന്നയാണ്. നബി എവിടെ നിന്നോ അവിടെ നിൽക്കും. നബി എവിടെ ഇരുന്നു എന്ന് കേട്ടോ അവിടെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പ്രവർത്തിച്ചുവോ അതൊക്കെ അദ്ദേഹം പിന്തുടരും. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഒരു കുട്ടി മരണപ്പെടുന്നു. ആ കുട്ടിയെ ഖബറിൽ മറവ് ചെയ്യുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി എറിയുന്ന ഒരു ചടങ്ങ് മയ്യത്ത് മറവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ വിവിധ മതങ്ങളിലുള്ള ആളുകളൊക്കെ ആ ദുരന്തത്തിൽ അകപ്പെട്ടു. അവരുടെ മയ്യത്തുകൾ പൊതു ശ്മശാനത്തിൽ കൊണ്ടുവന്ന് മറവ് ചെയ്തപ്പോൾ ഓരോ മതത്തിന്റെയും ആളുകൾ അവരുടെ ആചാരപ്രകാരം അവിടെ ആ ഖബറടക്ക കർമ്മത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ മുസ്ലിം പ്രതിനിധി പ്രാർത്ഥിച്ചതിൽ ഈ വരി കൂടി ഉണ്ടായിരുന്നു. ആ മുസ്ലിമീങ്ങളുടെ, ഹിന്ദുക്കളുടെ പ്രാർത്ഥന, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനകളിലൊക്കെയും അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ മരിച്ച ആൾക്ക് നീ മാപ്പ് നൽകണമേ. അതുപോലെ എല്ലാവരും ഒരേ പ്രാർത്ഥനയാണ്. ഒന്ന് അറബിയിലാണ്, ഭാഷ മാറ്റുന്നു മാറുന്നു മാത്രം. അതിൽ മുസ്ലിംകളുടെ പ്രാർത്ഥനയിൽ കാണാം, മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം പടച്ചു, വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് നിങ്ങളെ ശരീരം കൊണ്ടുപോയി വെക്കും, വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി അവസാനം ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുനർജീവിപ്പിക്കും. ഈ വരികളൊക്കെ ചൊല്ലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്റെ മകനെ ഖബറിൽ മറവ് ചെയ്തതിനു ശേഷം ആ ഖബർ പുറത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് മഹാനവർകൾ ചെറിയൊരു പുഞ്ചിരി മുഖത്ത്. അപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടി മരിച്ച ഈ സമയത്തും മുഖത്തെന്താണ് ഒരു പുഞ്ചിരി? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് മുഅ്മിനീങ്ങൾ ഓർക്കണം, സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും പഠിക്കണം. റളീതു ബിമാ റളിയല്ലാഹു ബിഹി, അല്ലാഹു തആല പൊരുത്തപ്പെട്ടത്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടി മരിക്കലാണ് എങ്കിൽ എനിക്കും അത് ഇഷ്ടമാണ്. എൻ്റെ കുട്ടിയുടെ മരണമാണ് റബ്ബ് കണക്കാക്കിയതെങ്കിൽ ആ റബ്ബിന്റെ ഖലാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഹദ്ദാദ് റാത്തീബിന്റെ ദിക്റാണ് അല്ലാഹുവിൽ പൊരുത്തപ്പെടുക. അങ്ങനെ പൊരുത്തപ്പെട്ട് അള്ളാഹുവിന്റെ ഖലാഇൽ തൃപ്തിപ്പെട്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഗൾഫിൽ പോയി
അവിടെ കാശൊക്കെ മുടക്കി തുടങ്ങിയ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയി. തിരിച്ചിവിടെ വന്നാൽ പിറ്റേത് രാവിലെ ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്. പിന്നെ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എന്തോ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ടാവും, അതായിരിക്കും എനിക്ക് ഈ നട്ടം വന്നത്. അതുകൊണ്ട് ഇനി മുതൽക്ക് ഞാൻ പ്രാർത്ഥന കുറച്ചുകൂടി അധികരിപ്പിക്കട്ടെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കട്ടെ. സുബൈക്ക് ഞാൻ കൃത്യമായിട്ട് എഴുന്നേൽക്കും. സുബൈന് മുമ്പ് ഒരു നിസ്കാരമുണ്ട്, തഹജ്ജുദ്, അതും ഞാൻ നിസ്കരിക്കും. ഇനി ഒരു കച്ചവടം നടത്തിയിട്ട് പൊട്ടാൻ പാടില്ല. ഏതോ ഒരു പോരായ്മ കൊണ്ട് അള്ള എന്നെ പരീക്ഷിച്ചതാണെങ്കിലോ, ഈ ചിന്തയോടുകൂടി നീ നല്ലവനായി മാറാനുള്ള ഒരു ചെറിയ ടെസ്റ്റാണ്, ടെസ്റ്റ് ഡോസാണ് നിനക്ക് ആ സംഭവിച്ച നഷ്ടം. അങ്ങനെ ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അതാണ് ഔലിയാക്കളുടെ വഴി. നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും, ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഈ പുതപ്പ്, കമ്പിളിയുടെ പുതപ്പ് നെയ്തിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സാധാരണക്കാരൻ. അയാളുടെ ജീവിതം അങ്ങനെയാണ്. അയാൾ കക്കാനും പിടിക്കാനൊന്നും പോവില്ല. പുതപ്പ്, അത് കമ്പിളി കൊണ്ട് പുതപ്പ് നെയ്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അതിനെന്തെങ്കിലും വില കിട്ടും, അതുകൊണ്ട് കുടുംബത്തെ പറ്റും. ഒരു ദിവസം മാർക്കറ്റിലേക്ക് കുറെ പുതപ്പുകൾ തലയിലെടുത്ത് വെച്ച് അദ്ദേഹം അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. ഒരു വ്യാപാരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ കമ്പിളി പുതപ്പ് ഞാൻ വളരെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് മാന്യമായൊരു വില തരണം. ആ വ്യാപാരി ആ പുതപ്പ് വാങ്ങിയിട്ട് പറഞ്ഞു, ഞാനിത് വാങ്ങണമെങ്കിൽ എനിക്കിത് ശരിക്കും പരിശോധിച്ചിട്ട് ന്യൂനതകളില്ല എന്ന് ഉറപ്പായാലേ ഞാൻ വാങ്ങും, അല്ലെ എനിക്ക് വേണ്ടെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവും പകലും അധ്വാനിച്ച് ഉണ്ടാക്കിയ സാധനമാണ്, ഇതിലൊരു ന്യൂനത ഒന്നും ഉണ്ടാവില്ല, അത് നിങ്ങൾ പറഞ്ഞാൽ പോരെ, എനിക്ക് പരിശോധിക്കണം. ആ പുതപ്പ് അയാൾ നിവർത്തി നോക്കിയപ്പോൾ 99% റെഡിയാണ്. ചെറിയൊരു ന്യൂനത അതിലുണ്ടായിരുന്നു. നെയ്ത്തിൽ പിഴ എന്ന് പറയും പഴയ മലയാളത്തിൽ. ചെറിയൊരു തകരാറ്, മൈന്യൂട്ടായ ഒരു പോയിന്റ്. ആ വ്യാപാരി പറഞ്ഞു, ഓ സഹോദര, നിങ്ങളുടെ ഈ പുതപ്പ് എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഞാനിത് എടുക്കൂലെന്ന്. അപ്പോൾ ആ മനുഷ്യൻ ആ കടത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അയാളങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോൾ വ്യാപാരി പറഞ്ഞു, നോ കരയരുത്, നിങ്ങൾ ഇങ്ങനെ കരയുകയാണെങ്കിൽ നിങ്ങളുടെ പുതപ്പ്, ആ ന്യൂനതയുള്ള പുതപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം, നിങ്ങൾക്ക് ക്യാഷും തരാം, നിങ്ങൾ കരയരുത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പുതപ്പ് നിങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ കരഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഒരു ദിവസം നമുക്ക് മരിക്കണല്ലോ, ഒരു ദിവസം മരിക്കണം. അള്ളാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും കുറിച്ച് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. വെള്ളം അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. ആ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ടാണല്ലോ തീ കെടുത്താൻ പ്രയാസപ്പെടുന്നത്. വെള്ളത്തിന് എത്ര വിലയുണ്ട്. ആ വെള്ളം അള്ളാഹു തന്നതിന് നമ്മൾ നന്ദിയുള്ളവരാകണം. വായു അള്ളാഹു നൽകിയതിന് നാം നന്ദിയുള്ളവരാകണം. കാലിൽ ചെരുപ്പിട്ടാണ് നടക്കുന്നത്. ആ ചെരുപ്പ് അള്ളാഹു നമുക്ക് തന്നത് കൊണ്ടല്ലേ ഇടാൻ കഴിയുന്നത്. ചെരുപ്പ് കാലിൽ ഇടാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ചെരുപ്പൊക്കെ ഉണ്ട്, ചെരുപ്പ് വാങ്ങാൻ കേസുണ്ട്, പക്ഷെ കാൽമല ചെരുപ്പ് ഇടാൻ പറ്റൂല. കാരണം രാവിലെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചു, കാലിന്റെ ഉപ്പൂറ്റി പൊട്ടിപ്പോയി. ആലപ്പുഴയിൽ നീർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ശിഹാബ് എന്നൊരു സഹോദരനുണ്ട്, അയാളെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അയാൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ സൈക്കിളിൽ ഒരു ലോറിയുടെ ഇടയിൽ കുടുങ്ങുകയും അദ്ദേഹത്തിന്റെ കാലിന്റെ ഉപ്പൂറ്റി പൊട്ടിപ്പോവുകയും ചെയ്തു. ഉടനെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ ഡോക്ടർമാർ പരിശോധിച്ചിട്ട്, ആ ഉപ്പൂറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, കാലിന്റെ ആ പദമുള്ളൊരു ഭാഗം ഉണ്ടല്ലോ കാലിന്റെ അടിയിൽ, ഒരു കുശ്യം പോലെ അല്ലേ, എല്ലാവർക്കും ഉണ്ട്. അള്ളാഹ് ഇത് നിയമത്ത് എത്ര വലിയ നിയമത്താണ്. അത് നല്ലൊരു, നമ്മൾ ഈ ഭാരമുള്ള ശരീരത്തെ മുഴുവനും താങ്ങുന്ന സമയത്തും നമുക്ക് എല്ലിനും കാലിനും ഒരു പരിക്കും സംഭവിക്കാതിരിക്കാനുള്ള കാരണം ആ ഉപ്പൂറ്റിയുടെ പ്രത്യേക ഘടനയാണ്. ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ വാഹനത്തിന് ഏത് കുഴിയിൽ വീണാലും വണ്ടിയിലുള്ള ആൾക്കൊന്നും പറ്റൂല, ഒന്നിങ്ങനെ ഇളകുകയുള്ളൂ. അത് ആ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന ആ ഉപകരണത്തിന്റെ പവറാണ്. എന്നാൽ അതിന് പകരം ഓരോ മനുഷ്യന്റെയും കാലിന്റെ അടിയിൽ അല്ലാഹു തആല ഉപ്പൂറ്റി വെച്ചിരിക്കുകയാണ്. അത് പൊട്ടിപ്പോയപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാര് ആ മനുഷ്യനോട് പറയുന്നു, കുറച്ച് സീരിയസ് ആണ്, ഏതോ ആവട്ടെ, നിങ്ങളെ തുടയിൽ നിന്ന് അല്പം മാംസം വെട്ടിയെടുത്ത് ആ ഉപ്പൂറ്റിക്ക് പകരം ഞങ്ങൾ അവിടെ തുന്നിച്ചേർക്കാം. പക്ഷേ പരീക്ഷണം വിജയിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ തുന്നിച്ചേർത്തു, പക്ഷേ നടക്കാൻ കഴിയുന്നില്ല. സാധാരണ ചെരുപ്പിട്ട് നടക്കാൻ കഴിയുന്നില്ല. കാരണം കാലിന്റെയും മെല്ലിന്റെയും ഭാരം അവിടെ വന്നിട്ടിങ്ങനെ വേദനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം ഒരു കാലിനെ ഈ പരിക്കുള്ളൂ, മറ്റേ കാലിന് കുഴപ്പമൊന്നുമില്ല, ഒരു കാലിന് ചെരുപ്പ് റെഡിയാണ്, മറ്റേ കാലിന് ഒരു ചെരുപ്പ് പറ്റുന്നില്ല. അങ്ങനെ വിദേശത്ത് പ്രത്യേകമായി ആ കാലിനൊരു ചെരുപ്പ് ഉണ്ടാക്കി, ആ ചെരുപ്പാണ് ഇപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നത്. ശിഹാബ്, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു ചെയ്ത അനുഗ്രഹം വലിയ അനുഗ്രഹമാണ്. കണ്ണ് വലിയ അനുഗ്രഹമാണ്. മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നും വലിയ അനുഗ്രഹമാണ്.
ആ അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് വരുന്നുണ്ട്. ആ പരലോകത്ത് റബ്ബിന്റെ മുൻപിൽ ഹാജരാകുന്ന സമയത്ത് നമ്മളെ അമലുകളൊക്കെ ആ റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കുമ്പോൾ, ഞാൻ സമർപ്പിച്ച നിസ്കാരം, ഞാൻ ധർമ്മം ചെയ്ത ധർമ്മങ്ങൾ, ഞാൻ ചെയ്ത ഹജ്ജ്, ഞാൻ ചെയ്ത അമലുകൾ അള്ളാഹുവിന്റെ മുൻപിൽ നാളെ ഫയലുകളാക്കി സമർപ്പിക്കുമ്പോൾ ചെറിയ ന്യൂനതകളുടെ പേരിൽ അള്ളാഹു തള്ളിക്കളയുമോ? എൻ്റെ ഈ ഒരു പുതപ്പ് ഒരു ചെറിയ ന്യൂനത കൊണ്ട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ നാളെ പരലോകത്ത് എൻ്റെ അമലുകൾ അള്ളാഹു തള്ളിക്കളയുമോ എന്ന ബേജ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതാണ് ഔലിയാക്കളുടെ ജീവിതം, ഔലിയാക്കളുടെ വഴി അതാണ്. ആ ഔലിയാക്കളുടെ വഴിയാണ് മുഅ്മിനീങ്ങൾ പിന്തുടരേണ്ടത്. ഔലിയാക്കളുടെ വഴി പിന്തുടരണം. സൂറത്തുൽ മുംതഹനയിൽ നിന്നുള്ള ഒരായത്താണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഇവിടെ ഓതിയത്. മുതഅല്ലിമീങ്ങൾ ഉണ്ട്, ഖുർആൻ ഹിഫ്ളാക്കിയവർ വരെ ഈ സദസ്സിൽ ഉണ്ട്. അവർ ഖുർആൻ എടുത്ത് നോക്കുക. ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് മഹാന്മാരായ അംബിയാക്കളിൽ, അതുപോലെ ഔലിയാക്കളിൽ, അതുപോലെ സ്വാലിഹീങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹു തആലയെ നാളെ പരലോകത്ത് സന്തോഷത്തോടെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ അമ്പിയാക്കളുടെയും ഔലിയാവിന്റെയും വഴി അവർ സ്വീകരിച്ചു കൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ തന്നെ ഇവിടെ എല്ലാ കൊല്ലവും ഒന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങളെ മനസ്സിലുണ്ടാവുക കഥ. മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അനസ് ബിൻ മാലിക്കിന്റെ ശിഷ്യനാണ്. എന്ത് ഗുരുവും ശിഷ്യനെന്നറിയോ? ഇമ്പിച്ചാരി ഉസ്താദിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ്. അല്ലാഹു തആല രണ്ട് ഉസ്താദ്മാരോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് വസിയ്യത്ത് ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മുഹമ്മദ് ബിൻ സീരീനായിരിക്കണം എന്ന് വസിയ്യത്ത് ചെയ്തു. അങ്ങനെ വസിയ്യത്ത് ചെയ്യൽ അനുവദനീയമാണ്. അങ്ങനെ വസിയ്യത്ത് ചെയ്താൽ അത് പ്രകാരം സാധിക്കുമെങ്കിൽ ആ വസിയ്യത്ത് നടപ്പിലാക്കേണ്ടതുമാണ്. ഉസ്താദ് ഏൽപ്പിക്കുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ ശിഷ്യൻ എൻ്റെ മയ്യിത്ത് നിസ്കരിക്കണം. അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. പക്ഷേ ആ മരിക്കുന്ന സമയത്ത് ഈ ശിഷ്യനുള്ളത് എവിടെയാണ്? ജയിലിലാണ്. കള്ളത്തരം പറഞ്ഞതിന് ജയിലിലായതല്ല, മോഷണക്കേസിൽ പ്രതിയായതല്ല. ഏതോ ഭരണാധികാരികൾ മുഹമ്മദ് ബിൻ സീരീൻ എന്നവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലടച്ചതാണ്. ആ ജയിലിൽ കഴിയുന്ന സമയത്ത് മുഹമ്മദ് ബിൻ സീരീന് വിവരം കിട്ടി ഉസ്താദ് മരിച്ചിട്ടുണ്ട് എന്ന്. ഉടനെ ജയിലിലെ സൂപ്രണ്ടിന് അപേക്ഷ കൊടുത്തു, എൻ്റെ ഉസ്താദ് മരണപ്പെട്ടിട്ടുണ്ട്, ജനാസ നിസ്കരിക്കാൻ ഞാൻ വേണമെന്ന് എൻ്റെ ഉസ്താദ് വസിയ്യത്ത് ചെയ്ത പ്രകാരം എനിക്ക് എൻ്റെ ഉസ്താദിന്റെ ജനാസയുടെ അടുത്ത് എത്തണം. അപ്പോൾ ജയിലിലെ സൂപ്രണ്ട് പരോളിൽ അനുവാദം നൽകി, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ നിസ്കരിച്ചു വന്നോടുന്നു. അങ്ങനെ പരോളിൽ ഇറങ്ങി മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറയുന്ന മഹാൻ മുത്തുനബിയുടെ തിരുശേഷിപ്പുകളിൽ നിന്നുള്ള ഒരു രോമം എൻ്റെ അടുക്കൽ ഉണ്ടാവനാണ് ഈ ലോകം മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു. തിരുശേഷിപ്പുകളെ ബഹുമാനിച്ച ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിച്ചു വെച്ച ആളായിരുന്നു. ആ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അതാ ഉസ്താദിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ആ ജനാസയുടെ അടുത്ത് പോവുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വളരെ മാതൃകയാക്കാൻ പറ്റിയ നൂറുകണക്കിന് സംഭവങ്ങളുടെ സത്യസാക്ഷിയായിരുന്നു മഹാനവറുകൾ. അങ്ങനെയുള്ള ഔലിയാക്കളെയാണ്, സ്വാലിഹീങ്ങളെയാണ്, ഉലമാവിനെയാണ് മനുഷ്യൻ പിന്തുടരേണ്ടത്. വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്.